തുറന്ന് അധരം തുറന്ന് അവിടുത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് വേണ്ടി മാറുപിളർന്ന് ചുടുനിണമൊഴുകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ ജീവൻ നൽകി എന്നെ വീണ്ടെടുത്ത പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, ലോകത്തെ എപ്പോഴും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ടാണ് ദൈവം ഒന്നും ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? കുരിശിൽ കിടന്ന് ഈശോ നിലവിളിച്ചില്ലേ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഒരുപക്ഷേ ലോകം അതിനെ വ്യാഖ്യാനിച്ചത് ദൈവം പോലും അവസാന നിമിഷം കൈവിട്ടു. ഈശോയിലൊരു ദൈവീകത ഉണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ ഈശോയ്ക്ക് അത്തരമൊരു കരുണ പോലും ദൈവത്തെ സന്നിധിയിൽ നിന്ന് കിട്ടിയില്ല എന്നൊക്കെ ലോകം വ്യാഖ്യാനിക്കുമ്പോഴും പ്രിയമുള്ളവരെ, നമുക്കറിയാം ദൈവം എന്നും എപ്പോഴും എല്ലാത്തിൻ്റെയും മേൽ അധികാരമുള്ള ദൈവം, സർവ്വ നന്മ സ്വരൂപിയായിരിക്കുന്ന ദൈവം. എങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പിന്നെയും ആ ചിന്താഗതിയിലോട്ട് പോകും. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ദൈവം എൻ്റെ വേദനകളിലൊന്നും ചെയ്യാത്തത്? എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാൻ സാധിക്കാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. തൻ്റെ ജനത്തെ നോക്കി കർത്താവ് പറയുന്ന ഉറപ്പോടുകൂടി പറയുന്നൊരു കാര്യം യെശയ്യാ പ്രവാചകനോട് പറയുകയാണ്. ഒരിക്കലും ചിന്തിക്കരുത് നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന്. ഒരിക്കലുമല്ല, രക്ഷിക്കാൻ പറ്റാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അവിടുത്തെ കരം എപ്പോഴും നിന്റെ രക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും അവിടെയുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും നിന്നെ രക്ഷിക്കാൻ കർത്താവിന് സാധിക്കും. നിന്റെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുന്നില്ലെന്ന് പറയരുത്. എപ്പോഴും നിന്റെ പ്രാർത്ഥനകളും നിന്റെ ആവലാദികളും നിന്റെ സങ്കടങ്ങളും എല്ലാം കർത്താവിൻ്റെ ചെവിയിലെത്തുന്നുണ്ട്. പിന്നെ എന്താ സംഭവിക്കുന്നത്? വചനം വീണ്ടും പറയുകയാണ്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ പ്രശ്നം എവിടെയാണ്? പ്രശ്നം എൻ്റെ ജീവിതത്തിലാണ്, പ്രശ്നം എന്നിലാണ്. എന്തുകൊണ്ടാണ് ഒരു പക്ഷേ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുന്നില്ല എന്ന് തോന്നാൻ കാരണം അത് നിൻ്റെ പാപങ്ങൾ മൂലമാണ്. എന്ത് സംഭവിച്ചു? പാപം എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. എൻ്റെ പാപങ്ങൾ മൂലം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാനാവാത്ത വിധം ഞാൻ എന്നെ തന്നെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞിരിക്കുന്നു. ഞാൻ പാപം ചെയ്യുമ്പോഴൊക്കെയും ദൈവം എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നാൽ, ഞാൻ ഏതൊരു പാപത്തിൻ്റെ പിടിയിലായിരിക്കുമ്പോഴും, ദുശീലങ്ങളോ തഴക്കദോഷങ്ങളോ ഏതൊരു പാപ ജീവിതം നയിക്കുമ്പോഴും ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ദൈവം സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ പാപത്തെ ആയിരിക്കും. നോ, പരമപരിശുദ്ധനായ ദൈവം ഒരിക്കലും എൻ്റെ ഉള്ളിലുള്ള പാപത്തിന് വളം വെച്ച് കൊടുക്കില്ല. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ചില തിക്താനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ചില നിസ്സഹായതയുടെ നിമിഷങ്ങൾ ദൈവം എനിക്ക് അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആ നിമിഷം ദൈവത്തെ ഓർക്കാനും ദൈവത്തിലേക്ക് തിരിയുവാനുമാണ്. എൻ്റെ പാപങ്ങളിൽ ഞാൻ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പാപങ്ങൾ എന്നെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയും. കാരണം പാപമുള്ളിടത്ത് ദൈവസാന്നിധ്യം ഉണ്ടാവില്ല. ദൈവസാന്നിധ്യത്തിൽ പാപത്തിന് നിലനിൽക്കാൻ പറ്റില്ല. കാരണം അവിടുന്ന് പരിശുദ്ധനാണ്.
അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മിലേക്ക് നോക്കി ചിന്തിക്കുക, ഞാനാണ് ദൈവത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പാപം വഴി. എൻ്റെ പ്രാർത്ഥന കർത്താവിൻ്റെ കാതുകളിലുണ്ട്. എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കു വേണ്ടി എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്നുകിൽ ദൈവം പറയും, നീ പ്രാർത്ഥിച്ചത് ഞാൻ തരില്ല, കാരണം അത് നിൻ്റെ നന്മയ്ക്കല്ല. നീ ചോദിക്കുന്നത് ഒരുപക്ഷെ നിൻ്റെ ദുരാഗ്രഹത്തിൽ നിന്നായിരിക്കാം. അതല്ലെങ്കിൽ നീ ചോദിക്കുന്നത് നിൻ്റെ നന്മയിലേക്ക് പര്യവസാനിക്കാത്തത് കൊണ്ട് നിൻ്റെ ആ പ്രാർത്ഥനയുടെ ഉത്തരം ദൈവം തന്നു, നോ. അതല്ലെങ്കിൽ വീണ്ടും നീ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ദൈവം വീണ്ടും പറയും, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ സമയമായിട്ടില്ല. അതും ദൈവം തരുന്ന ഉത്തരവാണ്. ദൈവം പറയുന്നു, കുറച്ചുകൂടി നീ കാത്തിരിക്കാനുണ്ട്. നിൻ്റെ പ്രാർത്ഥനകളിൽ നീ ദൈവാശ്രയ ബോധത്തിൽ, നീ നിന്നെക്കുറിച്ച് തന്നെയുള്ള നിൻ്റെ വിചാരത്തിൽ നീ എളിമപ്പെടാനും ദൈവാശ്രയ ബോധത്തിലേക്ക് വരാനുള്ളത് കൊണ്ടും, നീ ചോദിക്കുന്ന കാര്യം നിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നീ തയ്യാറാകാത്തത് കൊണ്ടും ദൈവം പറയും, അല്പസമയം കൂടി കാത്തിരിക്കുക. അതും ദൈവത്തിൻ്റെ ഉത്തരവാണ്. ഇത് രണ്ടുമല്ലാത്ത പക്ഷം ദൈവം പറയും, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നീ ആവശ്യപ്പെടുന്ന കാര്യം ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിറവേറും. പ്രിയമുള്ളവരെ, ഒരിക്കലും ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ നമുക്ക് പറ്റത്തില്ല. പാപം ചെയ്യുന്ന എന്നെ ദൈവം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ആ ധൂർത്തപുത്രനെ ചിന്തിച്ച് നോക്കിക്കേ. പിതാവിൻ്റെ ഭവനത്തിൽ തനിക്ക് സ്നേഹം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ ആ മകൻ, പിതാവിൻ്റെ ഭവനത്തിൽ തനിക്ക് സ്വാതന്ത്ര്യമില്ല, തൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് പറഞ്ഞ മകൻ, ധനമുണ്ടെങ്കിൽ ഞാൻ മറ്റിടങ്ങളിൽ പോയാൽ മറ്റുള്ളവരെന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മിഥ്യാധാരണയിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മകനെ അവൻ പന്നിക്കൂട്ടിലായിരിക്കുമ്പോൾ പോലും ആ പിതാവ് സ്നേഹിച്ചു. അവൻ വീട്ടിൽ നിന്ന് സമ്പാദ്യമെല്ലാം പെറുക്കിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോയപ്പോഴും ആ പിതാവ് അവനെ സ്നേഹിച്ചു. അവൻ കാശ് ധൂർത്തടിച്ച് കളഞ്ഞപ്പോഴും ആ പിതാവ് അവനെ സ്നേഹിച്ചു. അവൻ ജീവിതത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് മൊമെൻറ്റ്, ഏറ്റവും താഴേക്കിടയിലുള്ള ജീവിതാവസ്ഥയിൽ പന്നിക്കൂട്ടിൽ കിടന്നപ്പോഴും ആ പിതാവ് അവനെ സ്നേഹിച്ചു. പക്ഷെ അവൻ ആ സ്നേഹത്തിൻ്റെ ഫലങ്ങളൊന്നും കിട്ടിയില്ല. കാരണം അവൻ ആ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും തന്നെ മുറിച്ചു കളഞ്ഞിരുന്നു. ആ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും അവൻ്റെ പാപം അവനെ അകറ്റിക്കളഞ്ഞു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ പാപം ദൈവത്തിൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു കളഞ്ഞു. ദൈവം വേദനയോടെ നിന്നെ നോക്കുന്നുണ്ട്. ദൈവം കരുണയോടെ നിന്നെ കരുതുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. ദൈവം നിനക്ക് വേണ്ടി അവിടെ ഇരിപ്പുണ്ട്, നിന്നെ കാത്തിരിപ്പുണ്ട്. പക്ഷെ നീ ദൈവത്തിൽ നിന്നും മുഖം തിരിഞ്ഞു പോയി നിന്റെ പാപങ്ങളിൽ വഴി. പ്രിയമുള്ളവരെ, ദൈവം എനിക്കും നിനക്കും വേണ്ടി കാത്തിരിക്കുകയാണ്. നിന്നെ രക്ഷിക്കുവാൻ അവിടുത്തെ കരങ്ങൾ വിരിച്ച് കുരിശിൽ മരിച്ചു. ആ വിരിച്ച കരങ്ങൾ എന്നും നിനക്ക് വേണ്ടി അവിടുന്ന് തുറന്നു പിടിച്ചിട്ടുണ്ട്. അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. പക്ഷേ നിന്റെ പാപങ്ങളെ നീ വിട്ടുപേക്ഷിക്കാതെ ദൈവത്തിൻ്റെ ആലിംഗനം നിനക്ക് കിട്ടില്ല. നീ ആ പന്നിക്കൂട്ടിൽ നിന്ന് പുറത്തു വരാതെ, നിന്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിയാൻ നീ മനസ്സു കാണിക്കാതെ, ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു ചെല്ലാൻ മനസ്സു കാണിക്കാതെ എങ്ങനെ ആ പിതാവിന് നിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റും? എൻ്റെ ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതും ആ തിരിച്ചു വരവാണ്. നിന്നെ രക്ഷിക്കാൻ നിനക്ക് വേണ്ടി വിരിച്ച കരങ്ങൾ ഇവിടെയുണ്ട്. അതൊരിക്കലും കുറുകിപ്പോയിട്ടില്ല, അതൊരിക്കലും ഞാൻ അടച്ചു കളഞ്ഞിട്ടില്ല. പക്ഷേ ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നീ തിരികെ ചെല്ലണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് എൻ്റെ ദൈവം ഓരോ നിമിഷവും എന്നിലേക്ക് നോക്കി പറയും, മകനെ, നീ പാപിയായിരുന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നീ പാപത്തെ വിട്ടിട്ട് തിരിച്ചു വാ. ലോകത്തിൻ്റെ വഴികളിൽ മാത്രം നടക്കാതെ ദൈവം നിന്നോട് കൽപ്പിച്ച ദൈവത്തിൻ്റെ കാലടികളെ നീ പിന്തുടർന്നേ. ദൈവത്തോട് നീ ചേർന്ന് നിന്നേ. നിന്റെ തീരുമാനത്തെ ദൈവം മാനിക്കുന്നില്ലേ? നീ എടുക്കുന്ന തീരുമാനത്തെ കൈകടത്തി ദൈവം നിന്റെ മേൽ ബലപ്രയോഗം നടത്തുന്നില്ല. പിന്നെയോ, ചോയ്സ് നിൻ്റെയാണ്, തീരുമാനം നിൻ്റെയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലണോ? ദൈവത്തിൻ്റെ സ്നേഹം നിനക്ക് വേണോ? ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നും അവിടെയുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്നും അവിടെയുണ്ട്. പക്ഷേ നിൻ്റെ അകൃത്യങ്ങൾ, നിൻ്റെ പാപം, നിൻ്റെ കൈകൾ രക്തപങ്കിലമാണെന്ന് വചനം പറയുക. ഇതുകൊണ്ട് ഈ 59-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങളെക്കുറിച്ച് വലിയൊരു വർണ്ണന നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. നിൻ്റെ വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമാണ്, നിൻ്റെ കൈകൾ രക്തപങ്കിലമാണ്, നിൻ്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പെറുപിറുക്കുന്നു, നീ നീതിയോടെ വ്യവഹരിക്കുന്നില്ല, സത്യസന്ധതയോടെ നീ ന്യായാസനത്തെ സമീപിക്കുന്നില്ല, പൊള്ളയായ വാദങ്ങളിൽ നീ വീണുപോകുന്നു. എന്നിങ്ങനെ ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റുന്ന അപരാധങ്ങളെ, തിന്മകളെ, പാപങ്ങളെക്കുറിച്ച് ഇങ്ങനെ വചനം ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെ തരിക.
ഈശോയുടെ വലിയ ഈ കാരുണ്യത്തിൻ്റെ മുൻപിൽ പ്രിയമുള്ളവരെ നമ്മളായിരിക്കുമ്പോൾ ഞാനും ദൈവവും തമ്മിൽ ഒരു വിള്ളലുണ്ടാകരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഞാൻ എന്നെ തന്നെ അറുത്ത് മുറിച്ച് മാറ്റിക്കളയരുത്. പാപം എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഞാൻ പാപം ചെയ്തിട്ട് ദൈവസ്നേഹത്തിൻ്റെ എല്ലാ കൃപകളും എന്നിലേക്ക് ഒഴുകുമെന്ന് നമ്മൾ മൗഢ്യം വിചാരിക്കരുത്. നമ്മൾ ദൈവത്തെ ധിക്കരിച്ച് ദൈവകൽപ്പനകളെ നിരാകരിച്ച് ദൈവത്തിൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാതിരുന്നിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങളിൽ മാത്രം കർത്താവ് പ്രത്യക്ഷപ്പെടണം എന്ന് ശാഠ്യം പിടിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന് നിന്നെ തൊടാവുന്ന ദൂരത്തിൽ നീ നിന്നെ തന്നെ കൊണ്ടുചെന്ന് നിർത്തുക. അവിടുന്ന് നിന്നെ സ്പർശിക്കും. സുവിശേഷങ്ങളിൽ സൗഖ്യം കിട്ടിയവരെല്ലാം ദൈവസന്നിധിയിലേക്ക് തങ്ങളെ തന്നെ കൊണ്ടുചെന്ന് നിർത്തിയവരാ. ദൈവത്തിൽ നിന്ന് അകന്നുപോയവരല്ല. കുഷ്ഠരോഗിയായിക്കൊള്ളട്ടെ, സക്കേവൂസ് ആയിക്കൊള്ളട്ടെ, ബർത്തമിയൂസ് ആയിക്കൊള്ളട്ടെ, പാപിനിയായ സ്ത്രീ ആയിക്കൊള്ളട്ടെ, അവരെല്ലാവരും കർത്താവിൻ്റെ അടുക്കലേക്ക് തങ്ങളെ തന്നെ കൊണ്ടുചെന്നവരാ. അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് നിന്നു. ഒരു നിമിഷം കർത്താവ് നിന്ന് അവരെ തൊട്ടനുഗ്രഹിച്ചു, അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തി, അവരുടെ വീട്ടിൽ വിരുന്നിന് പോയി ആ ഭവനത്തെ രക്ഷിച്ചു. നാളിതുവരെ കിട്ടാതിരുന്ന സ്നേഹരാഹിത്യത്തിൻ്റെ വരണ്ട മരുഭൂമിയിലേക്ക് ഒരു നിമിഷം കൊണ്ട് സ്നേഹത്തിൻ്റെ നീർച്ചാൽ അവിടുന്ന് ഒഴുക്കി. പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യത്തെ നമുക്ക് ധൈര്യത്തോടെ സമീപിക്കാം. ആ പന്നിക്കുട്ടിൽ കിടന്ന ആ ധൂർത്ത മകൻ തിരിച്ചു വന്നപ്പോൾ അവനെ ആ ചെളിയോടും ദുർഗന്ധത്തോടും അശുദ്ധിയോടും എല്ലാം ചേർത്ത് ആ പിതാവ് കെട്ടിപ്പിടിച്ചില്ലേ? അതുപോലെ നിന്നെയും കർത്താവ് ചേർത്ത് പിടിക്കാനായിട്ട് ദിവ്യകാരുണ്യത്തിൽ കാത്തിരിപ്പുണ്ട്. അവിടുന്ന് പറയുന്നു, ഒരിക്കലും ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടില്ല മകനെ, ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ആ മനുഷ്യരാശിയുടെ വേദനയാണ് കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ആ വേദനയ്ക്ക് ഉത്തരം ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ വചനത്തിലാണ്. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയല്ല, നീ എന്നെ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത്. പാപം മൂലം മനുഷ്യരാശി ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് മരണമെന്ന് കുരിശിലെ മരണസമയത്ത് കർത്താവ് തിരിച്ചറിയുന്നുണ്ട്. ആ മരണത്തിൻ്റെ അന്ധകാരം എത്രമാത്രം വലുതാണെന്ന് തിരിച്ചറിഞ്ഞ ഈശോ കിടന്ന് കുരിശിൽ കിടന്ന് നിലവിളിക്കുക ദൈവത്തോട്. അത് മാനവരാശിയുടെ നിലവിളിയാണ്. അപ്പോഴും പിതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അടർന്നു വീഴുന്നുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടില്ല. നിനക്ക് വേണ്ടി കരുണയുടെ വലിയൊരു സാഗരം തന്നെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നിത്യതയിലേക്കുള്ള നിന്റെ ശിക്ഷ എന്നും നിലനിൽക്കുന്നതാകിയാൽ അതിൽ നിന്ന് നീ മാറ്റപ്പെടുവാൻ കരുണയുടെ ഒരു കവാടവും ഒരു കരുണയുടെ ആഴക്കടൽ തന്നെ ഈ ഭൂമിയിൽ നിനക്കൊരുക്കി നിന്റെ തിരിച്ചുവരവിന് വേണ്ടി കർത്താവ് വീണ്ടും വീണ്ടും കാത്തിരിക്കുകയാണ്. പ്രിയ മകനെ, മകളെ, കർത്താവിൻ്റെ ഈ വലിയ കരുണയെ നമുക്ക് പ്രത്യാശയോടെ സമീപിക്കാം. അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെ പ്രത്യേകിച്ചും അവിടുത്തെ ദിവ്യകാരുണ്യം ആവശ്യപ്പെട്ടതുപോലെ കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് ലോകമാസകൾ നമ്മളെല്ലാ പാപികളെ സമർപ്പിക്കുന്നു. അവിടുത്തെ കരുണക്കടലിൽ അവരെ മുക്കിയെടുത്ത് മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. സ്നേഹം നിറഞ്ഞ കർത്താവെ, അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയായ തിരുസഭയെ സമർപ്പിക്കുന്നു. സഭയെ നയിക്കുന്നവരെ, അജപാലകരെ സമർപ്പിക്കുന്നു. സഭയിലെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവെ, സഭയെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ നിറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ ഉറവിടങ്ങളായിട്ട് മാറട്ടെ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഭിന്നതകളും തർക്കങ്ങളും കലഹങ്ങളും മാറി നിൽക്കട്ടെ. ഞങ്ങളുടെ ഭവനത്തിൽ സ്നേഹം നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായിട്ട് കഴിയുന്ന മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത ക്ലേശങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തെ പ്രതി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡയനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കരുണയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് ശിരസ് നമിച്ച് ഈശോയെ ഞാനങ്ങിയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ